ശകുന്തള 4 കെട്ടി. പക്ഷേ എന്ത് ചെയ്യാൻ, പിറ്റേ ദിവസം നേരം ഒത്തു വെളുക്കണതും എല്ലാവന്മാരും ജീവനും കൈ പിടിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. അവസാനം 5-ാമൻ ഭർത്താവും വന്നു. അയാളും പിറ്റേന്ന് കളഞ്ഞിട്ട് ഓടുകയാണ്. നാട്ടുകാർ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്തടേ പ്രശ്നം, നിനക്കും വേണ്ടേ? അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നണ്ണ, എന്നെ വെറുതെ വിട്, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. നാട്ടുകാരുണ്ടോ വെറുതെ വിടുന്നു? നീ കാര്യം പറഞ്ഞിട്ട് പോ, ഇതിവിടെ സ്ഥിരമാണ്. 5-ാമൻ ആ രഹസ്യം പറഞ്ഞു. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. എന്തായിരിക്കും വർഷങ്ങളോളം നാട്ടുകാരറിയാൻ ആഗ്രഹിച്ച ആ രഹസ്യം? എന്തുകൊണ്ടാണ് ശകുന്തളയ്ക്ക് ഭർത്താക്കന്മാർ വാഴാത്തത്? നമുക്ക് ആ കഥയിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കൂടലിൽ നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഒരൊറ്റ കാര്യമേ ഇപ്പോൾ ഉള്ളൂ, ശകുന്തളയുടെ ഭർത്താക്കന്മാരെ പറ്റി. കുറച്ച് ആൾക്കാർ അവിടുത്തെ ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിലിരുന്ന് ഇങ്ങനെ ശകുന്തളയുടെ ഭർത്താക്കന്മാരുടെ കണക്കെടുക്കുകയാണ്. ചിലർ പറയുന്നു 3, ചിലർ പറയണ് പോടാ അവിടുന്ന് 4, ഇതിപ്പോൾ 5-ാമത്തത്. പെണ്ണുങ്ങളുടെ കാര്യവും പറയണ്ട. എന്നാലും എടി, അവൾക്ക് ചുണയില്ലാതായി പോയല്ല, ഒരെണ്ണത്തിനെ പോലും ഒപ്പം നിർത്താൻ പറ്റിയില്ലല്ല. അപ്പം മറ്റുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അല്ല ചോദ്യം. ഈ ആണുങ്ങളൊക്കെ കല്യാണവും കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ ഈ വാരി പിടിച്ചുകൊണ്ട് ഓടണ എന്തിന്? സത്യം പറഞ്ഞാൽ ഇത് ആ നാട്ടിലെ മുഴുവനും ഉള്ള ആൾക്കാരുടെയും സംശയമാണ്. ഈ ശകുന്തള കാണാനൊക്കെ തെറ്റില്ലാത്തൊരു രൂപമാണ്. ജോലിയാണെങ്കിൽ ഹോം നേഴ്സും. അങ്ങനെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഭർത്താക്കന്മാരെ കണ്ടുമുട്ടുന്നതും കൂടെ കൂടുന്നതും. പക്ഷേ ഒരുത്തരും 2 ദിവസം പോലും തികക്കില്ല. ഈ വന്ന് തിരിച്ചു പോകുന്നവന്മാരെല്ലാം കാര്യമെന്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് കലഞ്ഞൂർ ജംഗ്ഷനിൽ വെച്ച് അവസാനമായി കെട്ടിയ ഭർത്താവ് ഓടുന്നത് നാട്ടുകാർ കാണുന്നത്. ഇന്നിതിലെ സത്യം അറിയണം എന്ന് ഉറപ്പിച്ച് നാട്ടുകാരയാളെ പിടിച്ചങ്ങ് നിർത്തി. നീ എന്തായാലും തുറന്നു പറ, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവസാനം അതങ്ങ് പറഞ്ഞു. നാട്ടുകാർ കണ്ണും തള്ളി നിന്നു. കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ പരമാവധി നിൽക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല, ആരെ കൊണ്ടും പറ്റൂല എന്നും പറഞ്ഞ് അയാൾ ആ ബസ്സിൽ ഓടിക്കയറി സ്ഥലം വിട്ടു. നാട്ടുകാർക്ക് ഞെട്ടൽ മാറിയില്ല. എന്നാലും ഇവള് കൊള്ളാലോ, കണ്ട പറയൂ. എന്തായാലും അന്വേഷിച്ച് നടന്ന സംശയങ്ങൾക്ക് ഉത്തരം കിട്ടി. അവൾക്ക് ഭർത്താക്കന്മാർ വാഴാത്തതെന്തെന്ന് എല്ലാവർക്കും ഇപ്പോഴാ മനസ്സിലായി. ഇനി ആർക്കും ഒന്നും അറിയുകയും വേണ്ട, പറയുകയും വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ വരുന്നു ശകുന്തളയെ തപ്പി 6-ാമൻ ഭർത്താവ് ശശി. ശശി ചില്ലറക്കാരനൊന്നുമല്ല. 6 എണ്ണത്തിനെ കെട്ടി തഴക്കവും പഴക്കവും വന്നവനാണ് നമ്മുടെ ശശിയണ്ണൻ. 6നെയും വരച്ച വരയിൽ നിർത്തിയിട്ടുമുണ്ട്. ആദ്യം ഒന്ന് കെട്ടിയതിൽ ഇയാൾക്ക് 2 മക്കളുണ്ട്. ആ ബന്ധം നിയമപരമായി തന്നെ അവസാനിപ്പിച്ച ശേഷം പിന്നെ ഒരു തേരോട്ടമായിരുന്നു ശശിയണ്ണൻ. അങ്ങനെയാണ് 6 എണ്ണത്തിൻ്റെ കൂടെയും പൂർത്തിയായി ഇപ്പതാ 7-ാമത് ശകുന്തള. നാട്ടുകാരിലെ ചിലർ അടക്കം പറഞ്ഞു, ഇനി ശകുന്തള ഒന്ന് ഒതുങ്ങും. അങ്ങനത്തെ വരവാണ് ശശിയണ്ണൻ്റെ വരവ്. മുണ്ടും മടക്കി കുത്തി ബീഡിയൊക്കെ വലിച്ച് ചിലരൊക്കെ അയാളെ കണ്ട് പറഞ്ഞു, വേണ്ട പൊയ്ക്കോ, അവളെ വിട്ടു പൊയ്ക്കോ, ജീവന് കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ അവളെ കൂടെ കൂടരുത്, അപകടമാണ്. എവിടെന്ന് ശശിക്ക് ഒന്നും കേൾക്കണ്ട. അയാൾ പറഞ്ഞു, ഞാനെത്ര കണ്ടിരിക്കുന്നു എന്ന്. കൂടെ പൊറുതി ആയില്ലെങ്കിലും ശകുന്തളയെ എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യമേ അയാൾക്കുള്ളൂ. ഒടുവിൽ 6-ാം ഭർത്താവിൻ്റെ പോസ്റ്റിൽ ശശിയണ്ണൻ കയറിപ്പറ്റി. അവരായി, അവരെ പാടായി, ഇതെങ്കിലും നിലനിന്നാൽ മതി എന്നും പറഞ്ഞ് നാട്ടുകാർ അവരവരുടെ കാര്യവും നോക്കി. അപ്പോഴാണ് രാവിലെ ജംഗ്ഷനിൽ തല വഴി ചോര ഒലിപ്പിച്ച ഒരാൾ ഓടുന്നു. നോക്കുമ്പോഴുണ്ട് അതാര്, നമ്മുടെ ശശിയണ്ണൻ. കാര്യം എന്തെന്നോ, ശകുന്തള മണ്ടയടിച്ച് കീറി. ആൾക്കാർ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞതല്ലേ, കേട്ടാ ഇപ്പം എങ്ങനെ ഇരിക്കണ്? പിന്നെ പോലീസും എത്തി. ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാരും പോലീസും കൂടി ശക്തമായ താക്കീത് നൽകി ആ നാട്ടിൽ നിന്ന് തന്നെ ശശിയെ പുറത്താക്കി. മേലിൽ ഈ വഴി വന്നു പോവരുത്, ഞങ്ങൾക്ക് നാടിന് സമാധാനം പറയാൻ വയ്യെന്ന് നാട്ടുകാരും. ഇതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ശകുന്തളയെ കാണാൻ വരും, പ്രശ്നമാവും, ശശിയെ പിടിച്ച് നാട്ടുകാർ വാണിംഗ് കൊടുക്കും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ദിവസം ശശിയെ ആ നാട്ടിലൊന്നും കാണാനില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം രാത്രി ശശിയണ്ണൻ വീണ്ടും വന്നു ശകുന്തളയെ കാണാൻ. അങ്ങനെ തോറ്റുമുടങ്ങാൻ അയാൾ തയ്യാറല്ല.
നാണക്കേടല്ലേ പെണ്ണൊരുത്തി മണ്ടയും കീറി വിട്ടത്. മുറുക്കാൻകടക്കാരൻ രാജേന്ദ്രൻ കടയും അടച്ച് വരുമ്പോഴാണ് ശശിയെ വഴിക്ക് വെച്ച് കാണുന്നത്. രാജേന്ദ്രൻ ചോദിച്ചു, എടാ ശശി, നീ വീണ്ടും വന്നാ? നീ ഇതെങ്ങോട്ട്? ശശി പറഞ്ഞു, ശകുന്തളയുടെ അടുത്ത്. നിനക്ക് വട്ടാടാ, അവൾ അടിച്ച് മണ്ടയും കീറി വിട്ടതല്ലേ, ഇപ്പൊ നിനക്കിത് എന്തിൻ്റെ കേട്? ശശി പറഞ്ഞു, എനിക്കവളെ വേണം, അവളെ മറക്കാൻ പറ്റൂല. ഇത്രയും പറഞ്ഞ് അയാൾ സ്പീഡിൽ നടന്നു. 2 ദിവസം ആ വീട്ടിൽ നിന്നും ഒരു പ്രശ്നവും നാട്ടുകാർക്ക് കേട്ടില്ല. എല്ലാവരും കരുതി ഇവർ സെറ്റായി കാണുമെന്ന്. അപ്പോഴുണ്ട് ജംഗ്ഷനിൽ ഒരാൾ ഓടി വന്ന് വേറെ ഒരാളോട് പറയുകയാണ് എന്തോ ഒരു രഹസ്യം. അവർ രണ്ടുപേരും കൂടി ഓടുന്നു. ഇതെല്ലാം കണ്ട് ചിലരൊക്കെ ചോദിച്ചു, എന്തടാ, എവിടെയാടാ നിങ്ങൾ ഓടുന്നത്? അയ്യോ, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ ശശിയുടെ കാര്യം തീരുമാനമായി. എന്തു പറ്റി? വാ നമുക്ക് നോക്കാം. എല്ലാവരും ശകുന്തളയുടെ വീട്ടിലോട്ട് ഓടി. ശകുന്തളയുടെ വീട്ടിൽ ചെല്ലുന്നവർ കാണുന്ന കാഴ്ച ഭീകരമായിരുന്നു. ശശിയുടെ തല അടിച്ച് പിളർന്നിട്ടിരിക്കുകയാണ്. അയാൾ മരിച്ചു. രക്തവും രക്തക്കളവും. ഒന്നും സംഭവിക്കാത്തതുപോലെ തൊട്ടടുത്ത മുറിയിൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് നമ്മുടെ ശകുന്തള. ഒരനക്കവും ഇല്ല. 1-2 സ്ത്രീകൾ ചെന്ന് ശകുന്തളയെ തട്ടി വിളിച്ചു. ശകുന്തള കണ്ണു തുറന്നു. ശകുന്തള, ഇത് എന്താണ്? ഇത് എന്ത് പറ്റി? ഒരു കൂസലും ഇല്ലാതെ ആ സ്ത്രീ പറഞ്ഞു, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. 1000 വട്ടം അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന്. അപ്പോൾ അവന് മനസ്സിലാവൂല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ആൾക്കാരെല്ലാം ഇവരുടെ ഈ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുകയാണ്. പോലീസ് വന്നു. അവരോടും ഇത് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇനി നിങ്ങൾ ചിന്തിക്കും, എന്താണ് ആ സ്ത്രീക്ക് ഭർത്താവ് വാഴാത്തത്? അഞ്ചാമൻ പറഞ്ഞ രഹസ്യം എന്ത്? ഈ വന്നവന്മാർക്കെല്ലാം എന്താണ് പറ്റുന്നതെന്ന്. ഇനി അത് പറയാം. ഈ ശകുന്തള ഹോം നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. കാണാനും തരക്കേടില്ല. പുറത്തുള്ളവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരൊരു മാനസിക രോഗിയായിരുന്നു. അതാർക്കും അറിയില്ല. വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ശകുന്തളയുടെ സ്വഭാവം ആടിമുടി മാറും. ഒരൊറ്റ ഇരിപ്പാണ്, ഇങ്ങനെ കണ്ണും തുറച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഉറക്കമെന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് തീരെയില്ല. രാത്രിയും ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കും. ഒടുവിൽ അവർ ഏതോ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എഴുതിയ കുറച്ച് ഉറക്കഗുളിയൊക്കെ കഴിക്കാൻ തുടങ്ങി. അല്ലാതെ പറ്റില്ലല്ലോ. ഉറക്കമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഭീകരമാണ്. അങ്ങനെ ഈ ഉറക്കഗുളികകളൊക്കെ തിന്ന് കിടന്ന് ഉറങ്ങിയാൽ പിന്നെ ശകുന്തള വെട്ടിയിട്ട വാഴത്തട പോലെയാണ്. ഒന്നും അറിയില്ല, നീണ്ട ഉറക്കമാണ്. പക്ഷേ ഇവരുടെ കൂടെ കൂടിയ ഭർത്താക്കന്മാരുടെ ഉദ്ദേശമൊന്നും ഇവിടെ നടക്കില്ല. അവന്മാർ ശകുന്തളയെ ഉണർത്താൻ നോക്കും. എവിടെ നിന്ന് ഉണരാൻ? തോണ്ടി തോണ്ടി വിളിക്കും. ഉറക്കത്തിൽ ഈ തോണ്ടൽ വരുമ്പോൾ ശകുന്തളയ്ക്ക് ആകെ ഡിസ്റ്റർബാണ്. അങ്ങനെ കണ്ണു ഉറക്കും. പിന്നെ ഒന്നും പറയണ്ട, ഒന്നാമത് അവരൊരു രോഗിയാണ്. ഞെട്ടി ഉണരുന്നതോടെ കയ്യിൽ കിട്ടണ എന്താണോ അതെടുത്ത് ഭർത്താവിൻ്റെ തലയ്ക്കും മൂക്കാമണ്ടയ്ക്കും വച്ച് കീറും. അടി കൊണ്ടവൻ ഒന്നുകിൽ രാത്രി തന്നെ ഓടും, അല്ലെങ്കിൽ മാറിയിരുന്ന് കിട്ടിയത് വെച്ച് അനത്തിയിട്ട് നേരം വെളുക്കുമ്പോൾ ഓടും. അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശകുന്തള വീണ്ടും നല്ല ഉറക്കത്തിലാവും. അങ്ങനെയാണ് ഈ ശശി അണ്ണനും ഇവിടെ വന്ന് ചാർജ് എടുത്തത്. ശശി അണ്ണന് എല്ലാം മനസ്സിലായി, ശകുന്തളയുടെ അസുഖവും ഈ ഉറക്കവും എല്ലാം. എങ്കിലും അയാൾക്ക് പിന്മാറാൻ മനസ്സ് വന്നില്ല. പോരാത്തതിന് മണ്ടയടിച്ച് കീറി നാട്ടുകാരെ മുമ്പിൽ നാണവും കെടുത്തി വിട്ടിക്കുകയില്ലേ. അങ്ങനെ അവസാനമായിട്ടും ശശി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യം ഇയാൾക്ക് അടി കിട്ടിയപ്പോൾ തന്നെ നാട്ടുകാർ ഈ സത്യം അഞ്ചാമനിൽ നിന്നും അറിഞ്ഞിരുന്നു. അതാണ് അവർ വിലക്കി വിട്ടത്. ശശി, അവൾക്ക് ചെറിയ കുഴപ്പമുള്ള പെണ്ണാണ് എന്ന്. അപ്പോൾ ശശിക്ക് ഒന്നും കേൾക്കണ്ട. ഇങ്ങനെ വരരുത്. കാരണം ഈ പെണ്ണ് മെൻ്റൽ ഡിപ്രഷനുള്ള ഒരു പെണ്ണാണ്. ഈ പെണ്ണ് എപ്പോഴാണ് വയലൻ്റ് ആകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ കൂടെ ജീവിച്ച് പോകാൻ പറ്റില്ല. നിങ്ങളൊരു കാരണവശാലും ഇനി ഈ പെണ്ണെ തിരക്ക് വരരുതെന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്താണ് പറഞ്ഞു വിട്ടത്. ഇത്തവണ ശശി രണ്ടും കൽപ്പിച്ചായിരുന്നു. പക്ഷെ ശശി വരുമെന്ന് ശകുന്തളയ്ക്കറിയാം. അതുകൊണ്ട് അവർ 3ഉം കൽപ്പിച്ചാണ് ഇരുന്നത്. ഇത്തവണ ശകുന്തള കമ്പിനൊക്കെ പകരം കമ്പിപ്പാരയൊക്കെ ഇങ്ങനെ കരുതി വെച്ച് കാത്തിരുന്നു. ശശി വന്നു. കൂർക്കം വലിച്ച് ഉറങ്ങിയ ശകുന്തളയെ തോണ്ടി വിളിച്ച് അടുത്തോട്ട് ചെന്നു. ശകുന്തള ഞെട്ടി ഉണർന്നു. പിന്നെ ഒന്നും പറയണ്ട, ആ കമ്പിപ്പാര എടുത്ത് അറഞ്ചം പറഞ്ചം അടിയായിരുന്നു. തല പൊട്ടി തകർന്നു. 6 കെട്ടിയ ശശി അണ്ണൻ അവിടെ അവസാനിച്ചു. 6 കെട്ടിയിട്ടും അയാൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീര് പൊഴിക്കാൻ ഒരു ഭാര്യമാരും അവസാനം വന്നില്ല.
ഇതാണ് പറയുന്നത് വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണമെന്ന്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.